നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ നുപുർ ശർമ്മ ഈ പറയുന്ന പ്രവാചക വിരുദ്ധമായ പോസ്റ്റ് ഇട്ടു എന്നാരോപിച്ചുകൊണ്ട് നുപുർ ശർമ്മയ്ക്കെതിരെ വ്യാപകമായ ആക്രമണമാണ് നടന്നത്. ആ നുപുർ ശർമ്മയുടെ പോസ്റ്റ് ഷെയർ ചെയ്തതിന് കനയ്യലാൽ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ഒരു ഇന്ത്യൻ പൗരനെ ഇസ്ലാമിസ്റ്റുകൾ ചേർന്നുകൊണ്ട് ഒരു തയ്യൽ തൊഴിലാളിയെ തലയറുത്തു കൊന്ന ഒരു കഥയുണ്ട്. ആ കഥ ഇപ്പോൾ ഉദയ്പൂർ ഫയൽസ് എന്ന പേരിൽ സിനിമയായിട്ട് വന്നിരിക്കുന്നു. കൈലാഷ് ഖേർ ആണ് അതിന്റെ സംവിധായകൻ. പക്ഷെ ആ സിനിമ വരുന്ന സമയത്ത് തന്നെ, അതിന്റെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് തന്നെ ചില ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ അത് തടയാൻ വേണ്ടി സുപ്രീം കോടതിയിലൊക്കെ പോവുകയൊക്കെ ഉണ്ടായി. ഡൽഹി ഹൈക്കോടതിയെ സുപ്രീം കോടതിയെ സമീപിച്ചു. ഇപ്പോൾ ആ സിനിമയുമായി ബന്ധപ്പെട്ട് ചില സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്ന, ഇപ്പോൾ കേരളത്തിൽ ചില സിനിമകൾ ഇറങ്ങുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയും പക്ഷെ ചില സത്യങ്ങൾ വിളിച്ചു പറയുന്ന സിനിമ വരുമ്പോൾ അതിനെതിരെ മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന ചില പ്രവണതകളൊക്കെ ഉണ്ട്. കേരള സ്റ്റോറി പോലെ. അതെ, കേരള സ്റ്റോറി പോലെ. അപ്പോൾ എന്താണ് ഈ സിനിമയെക്കുറിച്ചും അന്നത്തെ ആ പോസ്റ്റുകൾ വീണ്ടും ചർച്ചാ വിഷയമാവുകയാണല്ലോ. അത് വീണ്ടും ചർച്ചാ വിഷയമാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കൈലാഷ് ഖേർ പോലുള്ള ഈ പറയുന്ന ഡയറക്ടേഴ്സിനെ നമ്മളൊന്ന് സല്യൂട്ട് ചെയ്യേണ്ടതാണ്. നമുക്കറിയാമല്ലോ, സൽമാൻ റഷീദിൻ്റെ ഗതി അറിയാം, തസ്ലീമ നസ്രീൻ്റെ ഗതി അറിയാം, നമ്മുടെ നാട്ടിലെ ജോസഫ് മാഷിൻ്റെ ഗതി അറിയാം. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ ഞാൻ പറയുന്നത് മതം ഏതുമായിക്കൊള്ളട്ടെ, ഏത് മതത്തെയും വിമർശിക്കാനുള്ള ഒരു അവകാശം നമുക്ക് ആവശ്യമുള്ളതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന IPC 153 ഒക്കെ ചാർജ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പറയുന്ന സത്യം തുറന്നു പറയുക എന്നുള്ളതാണ്. മതപുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏത് മതമായിക്കൊള്ളട്ടെ, മതപുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മാനവിക വിരുദ്ധത ആയിക്കൊള്ളട്ടെ, മനുഷ്യത്വ വിരുദ്ധത ആയിക്കൊള്ളട്ടെ, അത് തുറന്നു പറയാനുള്ള അവകാശങ്ങൾ യൂറോപ്യൻ നാടുകൾ പോലെ നമുക്കും ഉണ്ടാവണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിർഭാഗ്യവശാൽ അത് കേരളത്തിലില്ല. അത് വൻതോതിൽ ദുർവ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സത്യം തുറന്നു പറയുന്ന ഒരുപാട് വ്യക്തികൾക്ക് വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതമാണ് നേരിടേണ്ടി വരുന്നത്. ഈ മതപരമായിട്ടുള്ള പ്രശ്നങ്ങളെ തുറന്നു പറയുമ്പോൾ ഞാൻ അങ്ങനെ അർജുൻ പറയുമ്പോഴും ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ ഒരു ഹൈന്ദവീയമായ പല കാര്യങ്ങളെക്കുറിച്ചും തുറന്നു പറയാൻ, അല്ലെങ്കിൽ ഹൈന്ദവ മതത്തിലെ പ്രത്യക്ഷത്തിൽ നമുക്ക് ബാധിക്കാത്ത പല കാര്യങ്ങളെയും ഇപ്പോൾ പൊക്കിപ്പിടിച്ചു കൊണ്ടുവന്ന് വലിയ സംഭവമാണ് എന്ന് പറയുകയും, എന്ന് വെച്ചാൽ ഹൈന്ദവ പറയണ്ട എന്നല്ല, അതിലും പറയാം. പക്ഷേ അതിനെ പൊക്കിപ്പിടിച്ചു കൊണ്ടുവന്ന് അത് മാത്രം ചർച്ചാ വിഷയമാക്കുന്ന ആളുകൾ ഒരു ഇസ്ലാമിസ്റ്റ് മതപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇസ്ലാമിക മതത്തിലെ ചില പ്രശ്നങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അതിനെ പറയുന്ന ആളുകളെ നേരെ വർഗീയവാദികളാക്കുന്ന ഒരു കാര്യം കൂടെ ആ ഒരു ട്രെൻഡ് കൂടിയുണ്ട്. നമുക്കറിയാമല്ലോ, എമ്പുരാന് വേണ്ടി വാദിച്ചവർ ഈ ഒരു ചലച്ചിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് നിലപാടാണ് എടുക്കുക? എന്ത് നിലപാടായിരിക്കും അവരെടുക്കുക? എമ്പുരാന് വേണ്ടി വാദിച്ച കൂട്ടർ, എമ്പുരാനെ ഈ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യമായി വാദിച്ച കൂട്ടർ ഈ ഉദയ്പൂർ ഫിലിംസിനെ അല്ലെങ്കിൽ ഈ ഉദയ്പൂർ ഫയൽസിനെ അംഗീകരിക്കാൻ തയ്യാറാകുമോ? അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവനവൻ്റെ മതത്തിലേക്ക് വരുന്ന കടന്നുകയറ്റത്തെ വരെ ഉള്ളൂ. അതിനുശേഷം ഈ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കൂട്ടർക്കില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഈ പറയുന്ന കനയ്യലാലിനെ വധിക്കാനായിട്ട് ആ ഒരു നേതൃത്വ നിരയിൽ തന്നെ, ആ ഒരു സമൂഹത്തിൽ തന്നെ വൻതോതിലുള്ള സപ്പോർട്ട് അവർക്ക് ലഭിച്ചിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാമല്ലോ, ഈ പറയുന്ന ജോസഫ് മാഷിന്റെ കൈവെട്ടിയിട്ടുള്ള ആ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകനെയൊക്കെ തന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ സ്വീകരിക്കുകയല്ലായിരുന്നു ചെയ്തത്, സ്വീകരണം കൊടുക്കുകയാണ് ചെയ്തത്. പിന്നീട് അവിടുത്തെ തന്നെ LSTD മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ അവരെ കാൻഡിഡേറ്റ് ആക്കി അദ്ദേഹം അതിൽ തന്നെ വിജയിച്ചു. ഇതേ അവസ്ഥ തന്നെയാണ് നമുക്കറിയാം. കാശ്മീരി പണ്ഡിറ്റുകളെ കൂട്ടക്കൊല നടത്തിയിട്ടുള്ള കരാട്ട ബേട്ട എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്. ആ വ്യക്തിയും പൂമാലയിട്ട് സ്വീകരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്, ജനങ്ങളവിടെ സ്വീകരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇതേപോലെ തന്നെ ബുർഹാൻ വാണി എന്ന് പറയുന്ന വ്യക്തിയും ഈ പറയുന്ന തീവ്രവാദ സ്ഫോടന കേസിലെ അകപ്പെട്ടിട്ടുള്ള വ്യക്തിക്ക് വേണ്ടിയിട്ടും ആ ഒരു വ്യക്തി മരണമടഞ്ഞപ്പോൾ എന്തുമാത്രം ജനസപ്പോർട്ടാണ് ആ വ്യക്തിക്ക് ലഭിച്ചത്. ഏറ്റവും ഒടുവിൽ നമ്മുടെ കോയമ്പത്തൂർ ബ്ലാസ്റ്റിന്റെ ഉത്തരവാദിയായിട്ടുള്ള ഭാഷ എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തി കൊല്ലപ്പെട്ടപ്പോൾ വരെ എന്തുമാത്രം സപ്പോർട്ടാണ് ലഭിച്ചത്. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവർക്ക് ലഭിക്കുന്ന ഈ മതമൗലികവാദികൾക്ക് ഇരുപക്ഷത്തായിരുന്നാലും ഈ പറയുന്ന മതമൗലികവാദികൾക്ക് ലഭിക്കുന്ന ആത്യന്തികമായിട്ടുള്ള ഒരു പിന്തുണയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ലതാ വെങ്കടേഷിനെ മാറ്റി നിർത്തുന്നില്ല, ഹേമന്ത് കർക്കാരെയും മാറ്റി നിർത്തുന്നില്ല. ഏത് മതവിമർശനവും നടത്തേണ്ടതാണ്. മതവിമർശനം ഈ പറയുന്ന മതചട്ടക്കൂടുകൾ, ഈ പറയുന്ന മതപുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാം തുറന്നു പറയേണ്ടതാണ്. തീർച്ചയായിട്ടും. അപ്പം ഈ നുപുർ ശർമ്മ പക്ഷെ അന്ന് പ്രവാചക നിന്ദ നടത്തിയെന്നൊക്കെ പറയുമ്പോഴും
ചില കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം നമ്മുടെ മതത്തിലെ ഏതൊരാളെയും വിമർശിക്കാനുള്ള, ഇപ്പം എത്രയോ ഹിന്ദു ആയി ബന്ധപ്പെട്ട മതങ്ങളിലെ പല കഥാപാത്രങ്ങളെയും നമ്മൾ ട്രോളുകളായി വരുന്നുണ്ട്. അതുപോലെ തന്നെ കോമഡി ഷോകളിൽ അവതരിപ്പിക്കാറുണ്ട്. ക്രിസ്ത്യൻ മതത്തിലെ കാര്യങ്ങളും ഇപ്പോൾ അത്യാവശ്യം നല്ല നിലയ്ക്ക് ഈ കാര്യങ്ങളിൽ വരുന്നുണ്ട്. പക്ഷേ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു മതവിമർശനം നടന്നാൽ, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും എന്താണ് ഈ പറയുന്ന ഒരു ആധ്യാത്മിക പുരുഷനെ പറ്റി എന്തെങ്കിലും സംസാരം ഉണ്ടായാൽ അതിൽ നേരെ പോകുന്നത് ജോസഫ് മാഷുടെ കൈവെട്ടിയതുപോലെ, അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന ഇപ്പം കനയ്യ ലാലിന്റെ തലയറുത്തതുപോലെ മറ്റൊരുപാട് ആളുകൾ ചേന്ദമംഗലൂർ പോലെ ഉള്ള ഒരുപാട് പോലെ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു പ്രത്യാഘാതം നേരിടേണ്ടി വരികയാണ്. അപ്പോൾ അതിനെപ്പറ്റി പറയാൻ എന്തുകൊണ്ടാണ് ഇവിടെയുള്ള ആളുകൾ ഭയക്കുന്നത് എന്നുള്ളതാണ്. ഒരു പക്ഷേ ഭയക്കുന്നത് എനിക്ക് തോന്നുന്നു അവരുടെ ഒരു സംഘടിതമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. അവർ ഭയന്ന് കഴിയേണ്ടി വരുന്നു. പിന്നീട് സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ആക്രമണം നേരിടേണ്ടി വരുന്നു. ഗുരുതരമായ ആക്രമണം നേരിടേണ്ടി വരുന്നു. നിസ്സാരാക്രമമല്ല, അറിയാമല്ലോ, ഗുരുതരമായ ആക്രമണമാണ് അവർക്ക് നേരിടേണ്ടി വരുന്നത്. പിന്നീട് അവരുടെ ജീവൻ തന്നെ പോകുന്ന അവസ്ഥയിലേക്ക് എത്തും കാര്യങ്ങൾ. ആ ഒരു രീതിയിലാണ് നമ്മളത് കാണേണ്ടി വരുന്നത്. നമുക്കറിയാമല്ലോ ഇറാനിലേക്ക് അവസ്ഥ നമുക്കറിയാമല്ലോ. ഇറാനിലെയൊക്കെ ആ ഒരു എന്തോ ഒരു തലമുടി പുറത്ത് കാണിച്ചു എന്നതിന്റെ പേരിൽ ആ കുട്ടിയൊക്കെ വകവരുത്തിയത് അറിയാമല്ലോ. കുട്ടിയെ തന്നെ പ്രതിഷേധിച്ച കുട്ടിയെയും അവർ വകവരുത്തി കളഞ്ഞു. അത് മാത്രമല്ല, ആ ഒരു വ്യക്തിക്ക് തന്നെ എന്നെ അതിശയപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് നടപ്പാക്കിയ കൊമേനിക്ക് വരെ നമ്മുടെ ഉത്തർപ്രദേശിലും പൂനെയിലും മുംബൈയിലും ഒക്കെ വലിയൊരു ഫ്ലാൻസ് ആണുള്ളത്. അല്ല, ഈ ഖമൈനി അവിടെയുള്ള ഇറാനിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ മുഴുവൻ തീർത്ത് കളഞ്ഞതിൽ ഏറ്റവും പ്രധാനിയാണ് ഖമൈനി. ആ ഖമൈനിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആരാധിക്കുന്നത്. ആരാധ്യപുരുഷനാണ്. അതിന്റെ കാരണം എന്താ? വോട്ട് ബാങ്ക് രാഷ്ട്രീയം. വോട്ട് ബാങ്കിന് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നുതള്ളിയ ഖമൈനിയെ തന്നെ ഞങ്ങൾ അംഗീകരിക്കും, അതിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അതെ, അങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്. അവരുടെ ആ പൊതുവായിട്ടുള്ള നിലപാടാണല്ലോ. ഇതേ നിലപാട് തന്നെയായിരുന്നല്ലോ സദ്ദാം ഹുസൈൻ്റെ കാര്യത്തിൽ. സദ്ദാം ഹുസൈൻ അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളോട് എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇതേ നിലപാട്. എന്നിട്ട് ഇതേ സദ്ദാം ഹുസൈനെ നെഞ്ചിലേറ്റുകല്ലായിരുന്നു ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ ഒരു പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മൾ ഫ്രാൻസിലൊക്കെ ഫ്രാൻസിലെ ചാർലി ഹെബ്ദോമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാമല്ലോ ഫ്രാൻസിൽ എന്താണ് സംഭവിച്ചത്. ചാർലി ഹെബ്ദോമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഹാഗിയ സോഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുമാത്രമല്ല നമ്മുടെ പാണക്കാട് തങ്ങളൊക്കെ ഹാഗിയ സോഫിയെ അനുകൂലിച്ചുകൊണ്ട് ലേഖനം വരെ എഴുതി. നമ്മൾ മതേതരവാദികളെന്ന് നാഴിക്ക് 100 വട്ടം പുലമ്പുന്ന പല വ്യക്തിത്വങ്ങളുടെയും കപടമായിട്ടുള്ള മുഖംമൂടി ഈ പറയുന്ന പുറന്തള്ളപ്പെടുന്നത് നമ്മൾ കണ്ട്. ഉദാഹരണത്തിന് ഫസൽ ഗഫൂറിനെ പോലെയുള്ള വ്യക്തികൾ എല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. അല്ല, നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഒരിക്കലും ഒരു മതത്തിന്റെ കാര്യങ്ങളല്ല, പക്ഷെ അതിലേക്കാൾ അപ്പുറത്തേക്ക് മതവിമർശനം, മതമൗലികവാദത്തിന് ലഭിക്കുന്ന ആ ഒരു പിന്തുണയാണ് ഒപ്പം നമ്മുടെ ഇപ്പം ഞാൻ പറയാം, മറ്റു മതങ്ങൾക്ക് നേരെ എന്ത് വിമർശനവും നടത്താം, ഒരുപറ്റം ആളുകൾക്ക് നേരെ മാത്രം ഒന്നും നടത്തരുത് എന്ന് പറയുകയും അവരെ ആക്രമിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും മതത്തിനെതിരായിക്കൊണ്ടല്ല നമ്മൾ സംസാരിക്കുന്നത്. അതെ, പക്ഷെ കേരളത്തിൽ ആ ഒരു സാഹചര്യം ഒരു പരിധിവരെ ഭേദപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോഴും പല ഭാഗത്തു നിന്നുകൊണ്ട് ഈ പറയുന്ന ആക്രമണം നിലനിൽക്കുന്നുണ്ട്. കൊലപാതകങ്ങൾ നടത്താൻ പലരെയും പ്രേരിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, സക്കീർ നായിക് തന്നെ പറഞ്ഞിട്ടുള്ളതാണല്ലോ, ഇസ്ലാമിക വിമർശനം നടത്തുന്ന വ്യക്തികളെ ഇസ്ലാമിക രാജ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ തിരിച്ചുവിടരുത് എന്നുള്ളതിൻ്റെ ഒരു ആഹ്വാനം സക്കീർ നായിക് തന്നെ രാജ്യാന്തര തലത്തിൽ നടന്നല്ലോ. അപ്പൊ പിന്നെ ഈ നമ്മുടെ ഈ കനയ്യകുമാലിനെയൊക്കെ വകവരുത്തിയില്ല എങ്കിലല്ലേ അത്ഭുതമുള്ളൂ. മാത്രമല്ല പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഈ 153A എന്നുള്ള ഒരു വകുപ്പ്, അതിന്റെ തുടക്കം എന്ന് പറയുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് രംഗീല റസൂലിലായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഏതൊരു വിഷയത്തെയും, ഏതൊരു മതാധിപത്യ ചിന്തയും, ഏതൊരു മതമൗലികവാദ ചിന്തയും, ആ മതത്തിൻ്റെ ഇപ്പം എല്ലാ മതങ്ങളെയും തുറന്നു വിമർശിക്കാനും അതിൻ്റെ ഗ്രന്ഥങ്ങൾ തുറന്നു വിമർശിക്കാനുമുള്ള ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു നിലപാടിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത്. അതല്ലാതെ അന്ധമായിട്ടുള്ള മതമൗലികവാദ നയങ്ങളല്ല ഒന്നിൻ്റെയും പരിഹാരം. എമ്പുരാനെ അനുകൂലിച്ച ആളുകൾ ഒരിക്കലും കാശ്മീർ ഫയൽസിനെ അനുകൂലിച്ചിട്ടില്ല. കേരള സ്റ്റോറി നമുക്ക് വിടാം, പക്ഷെ കാശ്മീർ ഫയൽസ് യാഥാർത്ഥ്യമാണല്ലോ. കാശ്മീർ ഫയൽസ് എന്ന് പറയുന്നത് അവിടുത്തെ പണ്ഡിറ്റുകളെ
പണ്ഡിറ്റുകളെ നിഷ്കാസനം ചെയ്യുകയായിരുന്നു. അത് ആരാണ് ചെയ്തത്? അവർക്ക് എന്താണ് അവിടുന്ന് ജീവനും കൊണ്ട് ഓടേണ്ടി വന്നത്? അവർ പിന്നെ എത്ര ആളുകളെയാണ് അവിടെ ബലാത്സംഗം ചെയ്യപ്പെട്ടതും കൊന്നു തള്ളപ്പെട്ടതും? അവിടെ ആ രക്തക്കറ, അതായത് കാശ്മീർ പണ്ഡിറ്റുകളുടെ രക്തക്കറ ചർച്ച ചെയ്ത ഒരു സിനിമ എന്തുകൊണ്ട് കേരളത്തിൽ ഈ മുന്നണികളൊന്നും വലിയ ചർച്ചാ വിഷയം ചോദ്യമല്ലേ? ഇത് വലിയ ചോദ്യമല്ലേ? അത് വലിയ ചോദ്യമാണ്. അതൊക്കെ വലിയ ചോദ്യമാണ്. ഇപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മതമൗലികവാദികൾക്ക് തങ്ങളുടെ മതത്തിന് മുന്നിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമേ ഉള്ളൂ. അതല്ലാത്ത വേളയിലില്ല.